ബംഗ്ലാദേശിന് ഇന്ത്യ നൽകി വന്നിരുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് സംവിധാനം കഴിഞ്ഞ ദിവസം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അതുമൂലം ബംഗ്ലാദേശിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ തുറമുഖവും എയർപോർട്ടും വഴി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന സംവിധാനവും നിലച്ചു. ഇതിന് തിരിച്ചടിയായിട്ട് ഇപ്പോൾ മുഹമ്മദ് യൂനുസ് സർക്കാർ ഇന്ത്യയിൽ നിന്നുള്ള നൂലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതൊരു വലിയ പ്രത്യാഘാതം തന്നെയാണ് ബംഗ്ലാദേശിന് ഉണ്ടാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമല്ല എങ്കിൽ പോലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ഒരു ആത്മഹത്യാ പരമെന്ന് തന്നെയാണ് ബംഗ്ലാദേശിലുള്ള വസ്ത്രനിർമ്മാണ കമ്പനികൾ പറയുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് കരമാർഗമാണ് നൂല് കൂടുതലായി എത്തിക്കുന്നത്. ഇതിന് പണം കുറവാണ്. എന്നാൽ കടൽ മാർഗം എത്തിക്കുന്ന നൂലിന് റേറ്റ് കൂടുതലുമാണ്. ഈ ബംഗ്ലാദേശ് ഇതിന് കാരണമായി പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വില കുറഞ്ഞ നൂല് എത്തുമ്പോൾ ഇവിടെയുള്ള ഈ വസ്ത്രനിർമ്മാണ കമ്പനികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മത്സരാധിഷ്ഠിതമായ രീതിയിലേക്ക് മുന്നേറാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇത് നിർത്തിവെക്കുന്നതെന്നാണ് അവരുടെ ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽസ് മിൽസ് അസോസിയേഷൻ്റെ പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന 30 ഒറ്റനൂലിൻ്റെ വില, ബംഗ്ലാദേശിൽ ഈ നൂലിൻ്റെ വില $3.4. എന്നാൽ ഇന്ത്യയിൽ ഇത് $2.9 മാത്രമാണ്. ഏറ്റവും കുറഞ്ഞ ഈ നൂല് ലഭിക്കുന്ന മറ്റൊരു രാജ്യം വിയറ്റ്നാമാണ്. അവിടെ നിന്ന് ബംഗ്ലാദേശിലേക്ക് ആ നൂലെത്തുന്നത് $2.96. അതായത് ഇന്ത്യയിൽ നിന്നുള്ള നൂലാണ് ഏറ്റവും വില കുറഞ്ഞ് ഇപ്പോൾ ബംഗ്ലാദേശിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇന്ത്യയിൽ നിന്ന് വരുന്ന നൂലിന് ഇറക്കുമതിക്കും മറ്റുമായി വലിയ കാലതാമസമൊന്നുമില്ല, വലിയ രീതിയിലുള്ള പരിശോധനകളും കാര്യങ്ങളുമൊന്നുമില്ല. ഇതെല്ലാം തന്നെയാണ് ഈ ബംഗ്ലാദേശിലുള്ള വസ്ത്രനിർമ്മാണ കമ്പനികൾക്ക് ഇന്ത്യൻ നൂലിനോട് പ്രിയം കൂട്ടിയിരിക്കുന്നത്. 95% നൂലുകളും ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. 2024 മാത്രം 1.25 ദശലക്ഷം മെട്രിക് നൂലാണ് ഇറക്കുമതി ചെയ്തത്. അതായത് 2022 31.5% കൂടുതൽ നൂല് ഇറക്കുമതി ചെയ്തു. നമുക്കറിയാം, ബംഗ്ലാദേശിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പരുത്തി നൂലുകളും അതുപോലെ തന്നെ പരുത്തി വസ്ത്രങ്ങളും മറ്റുമൊക്കെയാണ്. അവിടെ ധാരാളം ചെറുകിട ഈ വസ്ത്രനിർമ്മാണ യൂണിറ്റുകളുണ്ട്. അവിടെ നിന്ന് അനവധി രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിൽ വസ്ത്രങ്ങൾ നെയ്ത് കൊടുക്കുന്നതുമുണ്ട്. ഇതിനൊക്കെ വലിയൊരു തിരിച്ചടിയാണ്. ഏതായാലും വീണ്ടും ഈ യൂനസ് മണ്ടൻ തീരുമാനങ്ങളോടാണ് മുമ്പോട്ട് പോകുന്നത്. ഇന്ത്യ ട്രാൻസ്ഷിപ്മെൻറ്റ് നിർത്തിവെക്കുന്നുള്ള പ്രധാന കാരണം ചൈനയിൽ പോയ യൂനസ് അവിടെ നിന്ന് വലിയ ഗീർവാണമൊക്കെ അടിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ചെയ്തിരിക്കുന്ന ഒരു മണ്ടൻ തീരുമാനമാണ്. കാരണം അവിടുത്തെ വ്യവസായങ്ങൾ മുച്ചൂട് മുടിക്കുന്ന ഒരു തീരുമാനമാണ് ഇതെന്നാണ് അവിടുത്തെ വസ്ത്ര നിർമ്മാതാക്കൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ